നീല വെളിച്ചത്തിൻ്റെ രഹസ്യവും കാർഫാക്സ് എസ്റ്റേറ്റും. മെയ് 7 ആ പ്രഭാതം. എനിക്കന്ന് മുഴുവൻ ക്ഷീണമകറ്റൽ തന്നെ. ഉച്ചവരെ ഉറക്കം. പിന്നെ എണീറ്റ് പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് ഭക്ഷണമുറിയിലേക്ക് ചെന്നു. ഒരുക്കി വച്ചിരുന്ന പ്രാതൽ ഇപ്പോൾ പഴങ്കഞ്ഞി പരുവം. നെരിപ്പോടിനരികിലിരുന്ന കാപ്പി തൊട്ടു നോക്കവേ ചൂടാറിയിട്ടില്ല. കാപ്പി പകർന്ന് കയ്യിലെടുക്കവേ മേശമേൽ ആ കുറിപ്പ് കണ്ടു. ഞാൻ പുറപ്പെടുകയാണ്. എന്നെ തൽക്കാലം കാത്തിരിക്കേണ്ടതില്ല. ഡ്രാക്കുള. ഞാൻ സ്വാദോടെ തന്നെ ഭക്ഷണം കഴിച്ചു. വല്ല വേലക്കാരും വിളിച്ചു നോക്കാൻ എങ്ങും മണിയൊന്നും ഘടിപ്പിച്ചിട്ടില്ല. ഒരുപാട് സൗകര്യങ്ങൾക്കിടയിലും ഇവിടെ വേണ്ട ചിലതൊന്നുമില്ല. വൃത്തിയും ഭംഗിയുമുള്ള പിഞ്ഞാണികൾ സ്വർണം കൊണ്ട്, വിരികളെല്ലാം വില കൂടിയതും ചന്തമുള്ളവയും. അടുത്ത കാലത്തൊന്നും നെയ്തെടുത്തവയല്ല, പക്ഷേ നല്ല വൃത്തി. അകത്തെങ്ങും ആരുടെയും അനക്കമില്ല. പുറത്ത് ചെന്നായ്ക്കളുടെ കച്ചേരി തകർക്കുന്നുണ്ട്. വൈകുന്നേരം 6 മണി. എന്തെങ്കിലും വായിച്ചാലോ, അതോ പ്രഭുവിൻ്റെ കോട്ട നടന്ന് കാണണോ? പ്രഭു സ്ഥലത്തില്ലല്ലോ. ഒറ്റയ്ക്ക് വേണ്ട. അവിടെയൊക്കെ പരിധി കിട്ടും. വായിക്കാൻ ഒരു പുസ്തകമോ എഴുത്തു സാമഗ്രികളോ കണ്ണിൽപ്പെട്ടില്ല. അടുത്ത മുറിയിൽ അതാ കുറേ പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്നു. ഞാൻ ചെന്നു. അപ്പുറത്തേക്കുള്ള വാതിൽ പൂട്ടിയിട്ടാണ്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഭംഗിയായി ബൈൻഡിട്ടവ. അതുപോലെ ബൈൻഡിട്ട മാസികകളും. മേശപ്പുറത്ത് പഴയ കുറേ പുസ്തകങ്ങൾ പലതും എടുത്തു മറിച്ചു. നാനാ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പലതും. ചിലതിൽ ലണ്ടൻ നഗരവിവരണവും കുറേ ചിത്രങ്ങളും പ്രധാന നിയമജ്ഞന്മാരുടെ പേരുവിവരങ്ങളും. ഡ്രാക്കുള പ്രഭു കടന്നു വന്നു. ഞാൻ പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്തു. ഹലോ, ഉറക്കം സുഖമായിരുന്നോ? അതെ. താങ്കൾ പുസ്തകങ്ങൾ കണ്ടുപിടിച്ചത് നന്നായി. ദാ. ഡ്രാക്കുള ഒരു പുസ്തകം ചൂണ്ടി. ഇതുപോലുള്ളവ എനിക്കും കൂട്ടുകാരെ പോലെ തന്നെ. വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ ലണ്ടൻ നഗരത്തെ അറിയുന്നത്, ഒപ്പം ഇംഗ്ലണ്ടിനെ മനസ്സിലാക്കിയതും. ഞാൻ പോയതും ഒരു സുന്ദരിയെപ്പോലെ തോന്നി ഇംഗ്ലണ്ട്. അവിടുത്തെ ആൾക്കൂട്ടത്തിൽപ്പെട്ട് ഒഴുകി നടക്കാൻ എന്തൊരു സുഖം. അവിടെ ജീവിക്കുന്നവരും മരിക്കുന്നവരും ഭാഗ്യവാന്മാർ തന്നെ. അതിൽ ഒരാളാകാൻ താല്പര്യം തോന്നി. പക്ഷേ ആ ഭാഷ, എനിക്ക് പുസ്തക ഭാഷയെ വശമുള്ളൂ. എൻ്റെ ഭാഷ എങ്ങനെ? വളരെ നന്നായിരിക്കുന്നു, ഞാൻ പറഞ്ഞു. അദ്ദേഹം കുനിഞ്ഞു. നന്ദിയുണ്ട്, പക്ഷേ പുകഴ്ത്തലല്ല. എന്നാൽ വലിയ കുഴപ്പം കാണില്ലെന്ന് തന്നെ ഞാനും കരുതുന്നു. വാക്കും വ്യാകരണവും ഇണങ്ങുന്നുണ്ടോ എന്തോ. ഒരു കുഴപ്പവും തോന്നുന്നില്ല. ഞാനുള്ളത് തന്നെ പറഞ്ഞു. വോ, അദ്ദേഹം ചോദിച്ചു. ഞാൻ ലണ്ടനിൽ സഞ്ചരിച്ചാൽ വേറിട്ടൊരുവനെന്ന് തോന്നുമോ? ഇവിടെ ഞാൻ പ്രഭുവായി കഴിയുന്നു. സാധാരണക്കാരന് ഞാൻ യജമാനനും. പക്ഷേ അതൊക്കെ ഇവിടെ മാത്രം. വിശേഷിച്ചൊരിടത്ത് ഇതൊന്നും ആർക്കും അറിയില്ല. എങ്കിലും അവിടെ ഇതാരാടാ എന്ന മട്ടിൽ അവരെന്നെ നോക്കിയില്ല. പിന്നെന്തു വേണം? ഇവിടെയാകട്ടെ എനിക്ക് വേറൊരു യജമാനനില്ല. പ്രഭു ആ സംസാരം അങ്ങനെ നിർത്തി എൻ്റെ കാര്യത്തിലേക്ക് വന്നു. താങ്കളെ ഞാൻ എൻ്റെ സ്നേഹിതൻ ഹോർക്കിൻസിൻ്റെ ഒരു ദൂതൻ എന്ന നിലയ്ക്ക് പുതിയ എസ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വന്നെത്തിയ ആളെങ്കിലും കുറച്ച് ദിവസം ഒപ്പം താമസിച്ച് പരസ്പരം സംഭാഷണത്തിലൂടെ ഇംഗ്ലീഷ് ഉച്ചാരണം മെച്ചപ്പെടുത്താൻ കൂടി ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എത്താൻ വൈകി. കുറേ ജോലി തിരക്കായിപ്പോയി. ക്ഷമിക്കുക. അത് സാരമില്ല, ഞാൻ പറഞ്ഞു. എനിക്ക് ഈ കൊട്ടാരമൊക്കെ ചുറ്റി നടന്നൊന്ന് കാണാമല്ലോ. അതിനെന്താ, തീർച്ചയായും, പ്രഭു പറഞ്ഞു. പൂട്ടിയിട്ട മുറികളിലൊഴികെ. അതിന് ചില കാരണങ്ങളുണ്ട്. നിങ്ങൾ എന്നെ മനസ്സിലാക്കിയാൽ അതിനാഗ്രഹിക്കാതിരിക്കും. സമ്മതിക്കുന്നു, ഞാൻ പറഞ്ഞു. വീണ്ടും പ്രഭു പറഞ്ഞു. ഇത് സ്ഥലം ട്രാൻസിൽവാനിയയാണ്. ലണ്ടനിലേതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ. വിചിത്രമെന്ന് നിങ്ങൾ കരുതും. യാത്രക്കിടയിൽ നിങ്ങൾ വിവരിച്ച അനുഭവങ്ങളില്ലേ, അത് വെച്ച് തന്നെ ഊഹിച്ചു കാണും. പലതും പറഞ്ഞ് സംഭാഷണം നീളവേ പ്രഭു സംഭാഷണ കുതുകിയാണെന്ന് തോന്നി. ചില കാര്യങ്ങൾക്കിടയിൽ അദ്ദേഹം വിഷയത്തിൽ നിന്ന് സമൃദ്ധമായി വഴുതിക്കളയും.
ചിലപ്പോൾ മനസ്സിലാവുന്നില്ലെന്ന മട്ടിലും. എങ്കിലും കുറേ മനസ്സു തുറന്നു. സമയവും നീങ്ങി. പൊതുവെ ഒരു ബലം തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വരുന്ന വഴി ഇടയ്ക്കിടെ ആ നീല വെളിച്ചം, അത് കാണുമ്പോൾ വണ്ടിക്കാരൻ അങ്ങോട്ട് ചെല്ലുന്നു. എന്താണങ്ങനെ? പ്രഭു ഒന്ന് മൗനമായി. പിന്നെ പറഞ്ഞു, ചില പ്രത്യേക ദിവസങ്ങളിൽ രാത്രിയിൽ പ്രേതപ്പിശാചുക്കൾ ബന്ധനം വിട്ടിറങ്ങി വിലസും. അതിൻ്റെയാണ് നീലവെട്ടം. ആ സ്ഥലങ്ങളിൽ നിധി കാണും. കുഴിച്ചിട്ട വിധത്തിൽ നിങ്ങൾ വന്ന വഴിയിലും തീർച്ചയായും അതുണ്ട്. ഇത്തരം നിധിപ്രദേശങ്ങൾക്കായി സാക്സൺകാരും തുർക്കികളുമായി നൂറ്റാണ്ടുകൾ യുദ്ധം നടത്തി. പോരാളികളുടെ രക്തം വീണ് കുതിരാത്ത ഒരു പിടി മണ്ണ് പോലും അവിടെയില്ല. ആരെങ്കിലും നിധി കുഴിച്ചെടുത്തോ? ഞാൻ ജിജ്ഞാസയോട് ചോദിച്ചു. പ്രഭു ചിരിച്ചപ്പോൾ ആ പൂച്ച ദംഷ്ട്രകൾ തെളിഞ്ഞു. ആർത്തിമുഴുത്ത ഗ്രാമീണർ വിട്ടിക്കൂഷ്മാണ്ഡങ്ങളെന്ന് വേണം കരുതാൻ. ആ നീലപ്രഭ ചില രാത്രിയിലേ കാണൂ. അപ്പോൾ പേടിച്ചാരും തന്നെ പുറത്തിറങ്ങാറില്ല. ഇറങ്ങിയാൽ തന്നെ എന്തു ചെയ്യാനാകും? ഇന്നലെ വണ്ടിക്കാരൻ അതുകണ്ട് ചാടിപ്പുറപ്പെട്ട് എന്തു ചെയ്തെന്നാണ്? അടയാളമിട്ട് വെച്ചു. എന്തു ഫലം? പകൽ ആ സ്ഥലം കണ്ടുപിടിക്കാനേ കഴിയില്ല, നിങ്ങളാണെങ്കിൽ പോലും. ഞാൻ സമ്മതിച്ചു. അതുപോട്ടെ, പ്രഭു വിഷയം മാറ്റി. ലണ്ടൻ നഗരത്തിനെപ്പറ്റിയും എനിക്ക് വേണ്ടി വാങ്ങിയ ബംഗ്ലാവിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ സമ്മതിച്ചു. നമുക്ക് സംസാരിക്കാം. ഞാൻ വരാം. ഞാൻ മുറിയിലേക്ക് ചെന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട രേഖകൾ എടുക്കാനൊരുങ്ങി. അടുത്ത മുറിയിൽ കളിമൺ പാത്രങ്ങളും വെള്ളിക്കപ്പുകളും തട്ടിമുട്ടുന്ന ശബ്ദം. അതിലെ നടന്നു വന്നതും ഊണുമേശയും പറ്റും വൃത്തിയായിരിക്കുന്നു. വിളക്ക് കത്തുന്നു. ഇരുട്ടായി. എല്ലാ മുറിയിലും വിളക്ക് തെളിഞ്ഞു. പ്രഭു ഒരു പുസ്തകം വായിക്കുന്നു. സോഫയിൽ കിടന്നിട്ടാണ് വായന. മേശയിലെ കടലാസും മറ്റും ഒതുക്കി വെച്ച് ഞങ്ങൾ രേഖകളും ഭൂരേഖകളും നോക്കി. പ്രഭുവും എല്ലാം വിശദമായി തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. സംശയങ്ങൾ ചോദിച്ചു. വളരെയേറെ അറിയാം, ഒരുപക്ഷെ എന്നെക്കാളും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സ്ഥലത്തെത്തിച്ചേർന്നാൽ ഒറ്റയ്ക്കായി പോകും. എല്ലാം മനസ്സിലാക്കി വയ്ക്കണം. താങ്കൾ വിട്ടുപോയാൽ എൻ്റെ സംശയങ്ങൾ ആര് തീർത്തു തരാൻ? അങ്ങനെ ലണ്ടനിലെ ആ കെട്ടിടം ഡ്രാക്കുള പ്രഭുവിനു വേണ്ടി വാങ്ങാനുള്ള എല്ലാ വിശദാംശങ്ങളും ഞങ്ങളുടെ ചർച്ചയ്ക്ക് വിധേയമായി. അദ്ദേഹത്തിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങേണ്ടവ വാങ്ങിവെച്ചു. ഹോക്കിൻസിനുള്ള കത്തും എഴുതി വച്ചു. ഈ ഔചിത്യപൂർവമുള്ള സ്ഥലം കണ്ടെത്തൽ നിങ്ങൾ എങ്ങനെ സാധിച്ചു? പ്രഭുവിന് അത്ഭുതമാവാം. ഞാൻ ആ സ്ഥലത്തെപ്പറ്റി കുറിച്ചു വച്ചതെടുത്ത് വായിച്ചു കേൾപ്പിച്ചു. പർഫ്ലീറ്റിലെ ഒരു ഇടുങ്ങിയ റോഡ്, അതിനരികിലാണ് ആ ബോർഡ് കണ്ടത്. വിൽക്കപ്പെടും. ബോർഡ് പഴകിയ അവസ്ഥയിലായിരുന്നു. ചുറ്റും പഴയ കരിങ്കൽ കെട്ടുകൊണ്ടുള്ള മതിൽ, അറ്റകുറ്റപ്പണി വേണ്ടുവോളം, ഓക്കുതടിയും കമ്പിയും കൊണ്ട് തീർത്ത ചിതലരിച്ച കവാടം. പൂട്ടിക്കിടപ്പാണ്. കാർഫാക്സ് എസ്റ്റേറ്റ് എന്ന പേര്. പറമ്പ് 20 ഏക്കറുണ്ടാകും. ഒരുപാട് മരങ്ങളുണ്ട്. അതിൻ്റെ ഒരു തണുപ്പും. ഒരു ഭാഗത്ത് സമൃദ്ധമായി തെളിനീരുള്ളൊരു കുളം. കുളം കവിഞ്ഞ് സമീപത്തെ തോട്ടിലേക്ക് പ്രവഹിക്കുന്നു. ഉയർന്ന കെട്ടിടം. ഒരു വശത്തെ ഭിത്തി കനത്ത കരിങ്കല്ലുകൊണ്ട്. അവിടെ പൊക്കത്തിൽ 2 ജനാലകളും കനമുള്ള ഇരുമ്പഴികളും. അടുത്ത് ഒരു പഴയ പള്ളി. അവിടെ തുറന്നു കാണാനുള്ള താക്കോലില്ല. പിന്നെ ഫോട്ടോ എടുത്തു. അടുത്ത് അങ്ങ് ചില വീടുകൾ. അതിൽ ഒന്ന് പുതുക്കിയിരിക്കുന്നതായി കണ്ടു. ആ വലിയ വീടൊരു ഭ്രാന്താലയമത്രേ. എസ്റ്റേറ്റിന് പുറത്തു വന്നാലേ അത് കാണാനാകൂ. വിവരണം കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു പഴഞ്ചനായ എനിക്ക് ഈ പഴയ വീട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത് പള്ളിയുമുണ്ട്. ട്രാൻസിൽവാനിയ പ്രഭുക്കന്മാർ മരിച്ചാൽ ശരീരം സാധാരണക്കാർക്കിടയിൽ മറവു ചെയ്യാവുന്നതല്ല. പാട്ടും കൂത്തുമൊന്നും ഈ വയസ്സൻ ഇഷ്ടപ്പെടുന്നില്ല. വർഷങ്ങളായി മൺമറഞ്ഞവരെക്കുറിച്ച് ഹൃദയമൊരുക്കുന്ന എന്നിൽ ഉല്ലാസത്തിനിടം പോരാ. ചുമരുകൾ പൊളിഞ്ഞ എൻ്റെ കോട്ടയിലെ വിള്ളലുകളിലൂടെ തണുത്ത കാറ്റ് വന്നെത്തും. കറുത്ത നിഴലുകൾക്കിടയിലൂടെ ഞാൻ ചിന്തിച്ചുകൊണ്ട് തനിച്ചിരിക്കും. എൻ്റെ മീന, ഇദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനത്തിൽ എന്തോ ഒരു പന്തികേടില്ലേ? എന്തോ ഉണ്ടെന്നെനിക്ക് തോന്നി. ആ നോട്ടത്തിലും ചിരിയിലും. എല്ലാം നോക്കി അടുക്കി വയ്ക്കൂ. പ്രഭു എണീറ്റ്. ഇതാ വരുന്നു. അദ്ദേഹം ഇറങ്ങി. ഞാൻ ചില പുസ്തകങ്ങൾ എടുത്തു മറിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ആ ഭൂപടം ഒരുപാട് കൈകാര്യം ചെയ്തതിൻ്റെ ലക്ഷണം. ചില ചുവപ്പടയാളങ്ങൾ. ഒന്ന് ആ എസ്റ്റേറ്റിൻ്റെ സ്ഥാനത്ത്, അതായത് ലണ്ടൻ നഗരത്തിൻ്റെ കിഴക്ക്.
പിന്നെ യോർക്ക്ഷയർ തീരത്തെ എക്സ്റ്ററിലും വൈറ്റ്ബിയിലും അടയാളങ്ങൾ കണ്ടു. 1 മണിക്കൂർ കഴിഞ്ഞ് പ്രഭു എത്തി. പുസ്തകം നോക്കി തന്നെ ഇരിപ്പാണോ? അദ്ദേഹം ചോദിച്ചു. വിശ്രമം വേണ്ടേ? ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്, വരൂ. പ്രഭു എൻ്റെ കൈ പിടിച്ച് നടത്തി. ഭക്ഷണമേശക്കരികിൽ ഞാനിരുന്നു. പക്ഷേ അദ്ദേഹം ഇരുന്നില്ല. പുറത്തിറങ്ങിയപ്പോൾ ഭക്ഷണം കഴിച്ചത്രേ. ഞാൻ കഴിച്ചു തുടങ്ങിയതും അദ്ദേഹം സംഭാഷണം തുടങ്ങി. ഞാൻ കൈ കഴുകി ഒരു സിഗരറ്റ് കത്തിച്ചു. പ്രഭു ഒരുപാട് വാചാലനായി. ഒപ്പം ഞാനും. മണിക്കൂറുകൾ പിന്നിട്ടു. നേരം ഒരുപാട് ഇരുട്ടി. അദ്ദേഹത്തെ മുഷിപ്പിക്കേണ്ടെന്ന് ഞാനും കരുതി. മാത്രമല്ല, തലേന്ന് നന്നേ ഉറങ്ങിയതിനാലാവും എനിക്ക് ഉറക്കവും വന്നില്ല. പക്ഷേ ഒരു കുളിര് വെളുപ്പാൻ കാലത്തെ അത് ഓർമ്മിപ്പിച്ചു. മരണം അതിന് വേണ്ടപ്പെട്ടവരെ തേടി സന്ധ്യയ്ക്ക് വരുമത്രേ. കോഴി കൂവി. നേരം പുലർന്നിരിക്കുന്നു, പ്രഭു പറഞ്ഞു. ഞാൻ താങ്കളെ ഉറക്കാതെ ഇരുത്തിക്കളഞ്ഞല്ലോ. കുറ്റം എൻ്റേതല്ല. എൻ്റെ പ്രിയപ്പെട്ട ഇംഗ്ലണ്ടിനെക്കുറിച്ച് താങ്കൾ ഇത്ര രസകരമായി പറയരുതായിരുന്നു. സമയം പോയി. പ്രഭു ഇറങ്ങി. ഞാൻ മുറിയിലേക്ക് ചെന്നു. ജനൽ കർട്ടൻ നീക്കവേ മങ്ങിയ ആകാശം.